ബംഗാൾ കത്തുകയാണ്. ജനാധിപത്യം തോൽക്കുന്നിടത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ കൊലയാളി ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കുണ്ടായ ഉജ്ജ്വല മുന്നേറ്റത്തിൽ വിറളി പൂണ്ട മമതാ ബാനർജിയുടെ ക്രിമിനൽ സംഘം പശ്ചിമ ബംഗാളിനെ ചോരക്കളമാക്കുന്നു. ഒരിക്കൽ മമതയുടെ വലം കൈയായിരുന്ന സുവേന്ദു അധികാരി ബിജെപിയെ വിജയത്തിലേക്ക് നയിച്ചതിന്റെ പക വീട്ടുന്നത് നിരപരാധികളെ വെടിവെച്ചു കൊന്നുകൊണ്ടാണ്. സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെറും 50 സെക്കൻഡ് കൊണ്ട് വെടിവെച്ച് കൊന്ന തൃണമൂൽ ഭീകരതയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നോർത്ത് 24 പർഖാനാസിലെ മധ്യാംഗ്രാമിൽ ബുധനാഴ്ച രാത്രി 10:30ഓടെയാണ് നാടിനെ നടുക്കിയ ആ കൊലപാതകം നടന്നത്. കൊൽക്കത്തയിൽ നിന്ന് മടങ്ങുകയായിരുന്ന ചന്ദ്രനാഥ് രഥിന്റെ സ്കോർപിയോ കാർ തടഞ്ഞു നിർത്തിയാണ് തൃണമൂൽ ഗുണ്ടകൾ വെടിയുതിർത്തത്. തൃണമൂലിന്റെ ലക്ഷ്യം ചന്ദ്രനാഥ് ആയിരുന്നില്ല, മറിച്ച് ബിജെപിയുടെ കരുത്തനായ നേതാവ് സുവേന്ദു അധികാരിയായിരുന്നു. സുവേന്ദുവിന്റെ വാഹനം തടഞ്ഞു നിർത്തി 50 സെക്കൻഡിനുള്ളിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കി മടങ്ങുന്ന അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ തൃണമൂൽ നടപ്പിലാക്കുന്ന ആസൂത്രിത കൊലപാതകങ്ങളുടെ വ്യക്തമായ തെളിവാണ്. നെഞ്ചിലും വയറിലും മുഖത്തും വെടിയേറ്റ ചന്ദ്രനാഥ് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ബുദ്ധദേബ് ബേര ഇപ്പോഴും മരണത്തോട് മല്ലിടുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ബംഗാളിന്റെ മുക്കിലും മൂലയിലും BJP പ്രവർത്തകർ വേട്ടയാടപ്പെടുകയാണ്. മാൾഡയിൽ BJP പ്രവർത്തകൻ കിഷൻ ഹൽദാറിനെ ക്രൂരമായി കൊലപ്പെടുത്തി വീടിന് സമീപം തള്ളി. ബഷീർഹട്ടിൽ BJP പതാക സ്ഥാപിച്ച രോഹിത് റോയെ തൃണമൂൽ ക്രിമിനലുകൾ വെടിവെച്ച് വീഴ്ത്തി. പാനിഹാട്ടിയിൽ ആർച്ചിക്കർ ഇരയുടെ അമ്മയുടെ വീടിന് സമീപം തൃണമൂൽ പ്രവർത്തകർ ബോംബേർ നടത്തി. 5 BJP പ്രവർത്തകർക്കാണ് ഇവിടെ പരിക്കേറ്റത്. ജനാധിപത്യ വിശ്വാസികൾ നൽകിയ ജനവിധി ഉൾക്കൊള്ളാൻ മമതാ ബാനർജിക്കും സംഘത്തിനും സാധിക്കുന്നില്ല. അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ ഗുണ്ടകളെ തുറന്നുവിട്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാണ് തൃണമൂൽ ശ്രമിക്കുന്നത്. പോലീസിനെ നോക്കുകുത്തിയാക്കി തൃണമൂൽ ക്രിമിനലുകൾ നടത്തുന്ന ഈ വോട്ട് കൊള്ളയ്ക്കും ചോരക്കളിപ്പിനും ജനങ്ങൾ അർഹമായ മറുപടി നൽകിയിട്ടും മമതയുടെ അഹങ്കാരം അവസാനിച്ചില്ല. തോറ്റമ്പിയ മമതാ ബാനർജി ഭരണഘടനയെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുമ്പോൾ ബംഗാളിലെ സാധാരണക്കാർ ഭീതിയിലാണ്. കൊലക്കത്തെയും ബോംബും ഉപയോഗിച്ച് BJPയെ തകർക്കാമെന്നത് തൃണമൂലിന്റെ വ്യാമോഹം മാത്രമാണ്. ചന്ദ്രനാഥ് രഥിന്റെ രക്തത്തിന് ബംഗാൾ മറുപടി ചോദിക്കും. സുവേന്ദു അധികാരിയെ ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് ജനങ്ങൾ നൽകിയ ഈ തിരിച്ചടി ഒരു തുടക്കം മാത്രമാണ്. അക്രമം കൊണ്ട് അധികാരം പിടിക്കാമെന്ന തൃണമൂൽ തന്ത്രം ഇനി ബംഗാളിന്റെ മണ്ണിൽ നടക്കില്ല. ജനാധിപത്യത്തിന്റെ കാവലാളായി BJP ഓരോ പ്രവർത്തകനും ഒപ്പമുണ്ടാകും. ഭീകരതയുടെ ആ നാളുകൾക്ക് ബംഗാൾ ഉടൻ അന്ത്യം കുറിക്കും.